സ്വർഗത്തിലെ ദൈവത്തിന്റെ മകനല്ലേ, ദൈവം തന്നെയല്ലേ. അപ്പൊ ഈ വചനം പറഞ്ഞാണ് യേശുവിനോട് അവിടെ പിശാച് എതിരിട്ടത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിലുള്ള വചനങ്ങളെല്ലാം തന്നെ അവന് കാണാപ്പാടമാണ്. അവൻ ആരാണ്? സാത്താൻ ആരായിരുന്നു? സാത്താൻ യേശുവിനെ ആരാധിച്ചു കൊണ്ട് നിന്ന ദൂതന്മാരുടെ ഒരു നേതാവായിരുന്നു. ഈ നേതാവ് ദൂതന്മാരിൽ 1-ാം സ്ഥാനത്തുള്ളവനായിരുന്നു. അവന്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമാണ് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ ഇരുന്ന് അവന് ഭരിക്കണമെന്ന്. ഈ ആരാധന മൊത്തം അവന് വേണമെന്ന്. അങ്ങനെ ദൈവത്തെ കുറിച്ച് ഇവൻ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള ചിന്ത വന്നപ്പോൾ തന്നെ അവന്റെ സ്ഥാനത്ത് നിന്ന് അവനെ മാറ്റിക്കളഞ്ഞു. ഭൂമിയിൽ ഒരു ഏദൻ തോട്ടം ഉണ്ടാക്കുകയും ദൈവം അവിടെ മനുഷ്യനെ വാഴാൻ വേണ്ടിയിട്ട് ആക്കുകയും ചെയ്തത്. അങ്ങനെ ആക്കി മനുഷ്യൻ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണല്ലോ പാമ്പിന്റെ രൂപത്തിൽ സാത്താൻ വന്ന് നമ്മുടെ ഹവ്വയെ കൊണ്ട് പഴം പറിച്ച് ഭക്ഷിപ്പിച്ചത്. അപ്പൊ ദൈവം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ കാണുന്ന എല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം, നിങ്ങൾക്ക് വേല ചെയ്യാം, നിങ്ങൾക്ക് സന്തോഷിച്ച് ഇവിടെ എല്ലാം നടക്കാം, പക്ഷേ തോട്ടത്തിൽ കാണുന്ന ഒരു ഫലത്തിൽ നിന്നുള്ളത് മാത്രം നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. അവിടെ ഹവ്വ എന്ത് ചെയ്ത്? ദൈവത്തിനോട് അനുസരണക്കേട് കാണിച്ചു. അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ പിശാചിന്റെ അടിമത്തത്തിലായി. അങ്ങനെയാണ് നമ്മൾ പാപത്തിലേക്ക് വീണുപോയത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഭൂമിയിലേക്ക് വരികയും ആ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് മറുവില യാഗമായി യേശു ഇവിടെ സമർപ്പിക്കപ്പെട്ടു. യേശു ഇവിടെ ഒഴിക്കപ്പെട്ടു, പാനീയമായി ഒഴിക്കപ്പെട്ടു. കാരണം ആ ശരീരത്തിനകത്തുള്ള അവസാനത്തെ തുള്ളി ചോരയും നമുക്ക് വേണ്ടിയിട്ട് ഊറ്റി തന്നു നമ്മുടെ കർത്താവ്. ആമേൻ, സ്തോത്രം. നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ വഹിച്ചത്, നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ശാപങ്ങൾ തന്നെ 2 വിധമുണ്ട്. നമ്മൾ ചെയ്യുന്ന ശാപം, അത് കർമ്മശാപം, നമ്മളുടെ പാരമ്പര്യമായിട്ട് വന്നേക്കുന്ന പാരമ്പര്യ ശാപങ്ങള്. ഈ ശാപങ്ങളൊക്കെ യേശു ക്രൂശിൽ ജയം കൊണ്ടാടി. ഇന്ന് നമ്മളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് സാത്താൻ ശ്രമിച്ച നമുക്ക് അവകാശത്തോടു കൂടി പറയാം, നമ്മൾ കർത്താവിന്റെ മക്കളാണ്. എന്തുകൊണ്ടെന്നാൽ ആ ക്രൂശിലെ രക്ഷയെ ഞാനും ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയാം. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അങ്ങനെ ഒരു വീണ്ടെടുപ്പ് ഇവിടെ നടന്നു. പക്ഷെ നമ്മൾ യേശുവിനെ വിശ്വസിച്ച് യേശുവിന്റെ വചനപ്രകാരം ജീവിച്ചു കഴിയുമ്പോൾ യേശു വന്നു നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും.